മിശിഹായിൽ സ്നേഹമുള്ളവരെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു പരസ്യത്തിൻ്റെ ടാഗ് ലൈൻ ഇപ്രകാരമായിരുന്നു: ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. ഇന്ന് ഈ ഞായറാഴ്ച ഏലിയാസ് ലീവ മൂശാകാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭാമാതാവ് ചിന്തിക്കുവാനും പരിചിന്തനം ചെയ്യുവാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നമുക്ക് നൽകിയിട്ടുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ലോകത്തിൽ മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ മനോഭാവത്തിൽ പോലും പലപ്പോഴും മാറ്റങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്നത്തെ സുവിശേഷം യേശു തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ അഭിമുഖീകരിക്കുന്ന രീതികളെ നമുക്കായി കാണിച്ചു തരികയാണ്. യേശുവിന്റെ ജീവിതത്തിലെ ഒരു മാറ്റം, അതിന്റെ വളർന്ന് പന്തലിച്ചുകൊണ്ട് അത് ദൗത്യത്തിലൂടെ വളർന്ന് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുക ഈ വരികളിലൂടെയാണ്: യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിയിലേക്ക് പിൻവാങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പിൻവാങ്ങി എന്നുള്ള വാക്കിന് വളരെ ശക്തമായ ഒരു അർത്ഥമുണ്ട്. 4-ാം അധ്യായത്തിന് മുമ്പ് മറ്റ് 2 പ്രാവശ്യം കൂടി ഈ പിൻവാങ്ങലിന്റെ വാക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കാണുവാനായി കഴിയും. യേശുവിനെ പുൽത്തൊഴുത്തിൽ കാണുവാൻ വന്ന ജ്ഞാനികളും ഈശോയെ ഔസേപിതാവുമൊത്ത് ഈജിപ്തിലേക്കുള്ള പലായനവും, രണ്ടിനെയും മത്തായി സുവിശേഷം പറയുക ഒരു പിൻവാങ്ങലായിട്ടാണ്. ആദ്യത്തെ 2 പിൻവാങ്ങലുകൾ ഭയത്തോടുകൂടി ഭീതിയോടുകൂടിയുള്ള ഒളിച്ചോട്ടമായിരുന്നെങ്കിൽ യേശുവിന്റെ പിൻവാങ്ങലുകൾ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശുവിനെ തനിക്കായി വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ അതേ വഴികളിലൂടെ താനും പോകേണ്ടി വരും എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിട്ടും ആ ബോധ്യം നിലനിൽക്കുവാൻ വേണ്ടി ഗലീലിയിലേക്ക് പോകുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുക. അതൊരിക്കലും ഭയത്തോടുകൂടിയുള്ള പിൻവാങ്ങലല്ല, മറിച്ച് തന്റെ പുതിയ ദൗത്യത്തിലേക്കുള്ള ശക്തി സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു പിന്മാറ്റമാണ് അതിനെ കാണുക. സിംഹവും പുലികളെല്ലാം ഇരകളെ പിടിക്കുന്നത് നാം കണ്ടു കാണും. ഒന്ന് പതുങ്ങി ഒരൽപ്പം പുറകിലോട്ട് ആഞ്ഞതിന് ശേഷമാണ് അത് ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. യേശുനാഥൻ തന്റെ ദൗത്യം ആരംഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു പിൻവാങ്ങലാണ് ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കണ്ടെത്തുവാനായി കഴിയുക. 2-ാമത്തെ വാക്യം പറയുക: അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു എന്നാണ്. മത്തായി സുവിശേഷകനാണ് യേശുവിന്റെ വീട് കഫർനാമാണ് എന്ന് പ്രത്യേകമായി പറയുക. യേശുവിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം കഫർനാമിലാണ് കൂടുതലായും കാണപ്പെടുക. തന്റെ ദൗത്യം തുടങ്ങുവാനായി തീരുമാനിച്ച ഈശോനാഥൻ ഒരു മാറ്റത്തിന് സമയമായി എന്ന് കണ്ടപ്പോൾ നസ്രത്ത് വിട്ട് തന്റെ ഭവനം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരുപാട് വലിയ പട്ടണങ്ങൾ യേശുവിനെ തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് പാവങ്ങളോടൊപ്പമുള്ള ഒരു നഗരമാണ് ജീവിക്കുവാനായി തിരഞ്ഞെടുത്തത്. കാരണം തന്റെ ദൗത്യം പാവങ്ങളുടെ ഇടയിലാകണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. ഇതിൽ പറയുന്ന 2 സ്ഥലങ്ങൾ നമുക്ക് പരിചിതങ്ങളാണ്: സെബുലൂണും നഫ്താലിയും. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലെ 2 ഗോത്രങ്ങളുടെ പേരാണിവ. ഇന്നത്തെ സുവിശേഷത്തിൽ തുടർന്നു വരുന്ന ഐസയ്യാ പ്രവാചകന്റെ പ്രവചനം ഈ വാക്കുകളുടെ അർത്ഥം, ഈ ഗോത്രങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരും. ഐസയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്: സമുദ്രത്തിന്റെ വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. എങ്ങനെയാണ് സെബുലൂണും നഫ്താലിയും അന്ധകാരത്തിൽ പെട്ടുപോയത്? BC 732 കാലഘട്ടത്തിൽ അസിറിയയുടെയും അക്കബായരുടെയും ആക്രമണങ്ങളിൽ ഇസ്രായേൽ ചിതറിക്കപ്പെട്ടപ്പോൾ ആ ചിതറിച്ച് പോയതിനു ശേഷം സെബുലൂണും നഫ്താലിയും ഗോത്രത്തിൽപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് വിജാതീയരുടെ ഗലീലി എന്ന് പറയുന്നത്. അവിടെയാണ് ഈശോനാഥൻ തന്റെ ദൗത്യം ആരംഭിക്കുക. എന്താണ് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത? അവിടെ വിജാതീയരാണ് കൂടുതലായി തിങ്ങിപ്പാർക്കുക, എന്നാൽ അവർക്കിടയിൽ ഈ ഗോത്രങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് തകർക്കപ്പെട്ട ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അന്ധകാരത്തിൽ ഒരു പ്രകാശം ഉദയം ചെയ്യുമെന്ന് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇന്ന് യേശുനാഥൻ തന്റെ ദൗത്യം ആരംഭിക്കുന്നത് ഈ അന്ധകാരത്തിന്റെയും ഈ അരക്ഷിതത്തിന്റെയും താഴ്വരയിൽ കഴിയുന്ന വിജാതീയരുടെ ഗലീലിയിൽ നിന്നാണ്.
അതാണ് പറയുന്നത്, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു പ്രകാശം കണ്ടുവെന്ന്. അന്ധകാരത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ വന്നിരുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. 3-4 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി റോട്ടിലിറങ്ങി നടക്കുകയാണ്. അവൻ നടക്കുമ്പോഴാണ് കണ്ടത് തന്റെ തൊട്ടുമുമ്പിലായി നിഴൽ നിൽക്കുന്നു. അവൻ എങ്ങോട്ട് മാറിയാലും ഈ നിഴൽ കൂടെ വരികയാണ്. അതവനെ വല്ലാതെ ശല്യപ്പെടുത്തി, വല്ലാതെ ഭയപ്പെടുത്തി. അവൻ നിഴലിനെ ചവിട്ടി നിഴലിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം നിഴൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നിഴലിനെ കണ്ട് പേടിച്ച് അവൻ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ അവന്റെ അമ്മ ഓടി വന്ന് അവനെ എടുത്ത് കെട്ടിപ്പിണർന്ന് ഒരു ഉമ്മയെല്ലാം കൊടുത്ത് അമ്മ പിന്നീട് അവനെ നിർത്തിയത് വെളിച്ചത്തിന് അഭിമുഖമായി കൊണ്ടാണ്. അവൻ മുന്നിലോട്ട് നോക്കിയപ്പോൾ നിഴലിനെ കാണുവാനില്ല. അവനെ സന്തോഷമായി. വെളിച്ചത്തിന് അഭിമുഖമായി നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നിഴലുകൾ ഇല്ലാതെ പോകും. അന്ധകാരത്തിൽ കിടന്നിരുന്ന ജനം യഹോവ നൽകിയ വെളിച്ചത്തിന് എതിർദിവശത്തേക്ക് തിരിഞ്ഞു നിന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അന്ധകാരമായി. ആ ജനത്തെ രക്ഷിക്കുവാനായി വെളിച്ചമായി ഈശോനാഥൻ കടന്നു വന്നിരിക്കുകയാണ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഈശോനാഥൻ അവസാനിപ്പിക്കുന്നത് ഈ മാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആത്യന്തികമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3 അധ്യായം 2-ാം വാക്യത്തിൽ നാം ഈ വരികളാണ് കാണുക. സ്നാപക യോഹന്നാൻ പറയുന്ന അതേ വാക്കുകൾ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുനാഥൻ ഒരിക്കലും ഭയത്തോടുകൂടിയല്ല പിൻവാങ്ങിയത്. സ്നാപക യോഹന്നാന്റെ അതേ വാക്കുകൾ പറഞ്ഞ് ധൈര്യത്തോടുകൂടി തന്റെ ദൗത്യം തുടങ്ങുന്ന യേശുവിനെയാണ് നമുക്ക് കാണുക. മത്തായി സുവിശേഷകൻ മെറ്റനോയ എന്ന പദമാണ് മാനസാന്തരത്തിനായി ഇവിടെ ഉപയോഗിക്കുക. അതിനർത്ഥം തിരിഞ്ഞ് നടക്കുക എന്നാണ്. മനസ്സിന്റെ അന്തരം, മനസ്സിന് ഒരു മാറ്റം സംഭവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പ്രായോഗികമായി നമുക്ക് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. നരകത്തിലെ വലിയൊരു ചർച്ച നടക്കുകയാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ റിക്രൂട്ട്മെന്റ് ഒന്നും നരകത്തിലേക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനായി ഒരുപാട് പേർ ലൂസിഫറിന്റെ നേതൃത്വത്തിൽ അവരൊന്നു ചേർന്നു. അവർ ചർച്ചകൾ ആരംഭിച്ചു. ഓരോരുത്തർ ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുവാനായി തുടങ്ങി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് പോയി ജനങ്ങളോട് പറയും, ദൈവമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായി ജീവിച്ചു കൊള്ളാൻ പറയും. പക്ഷെ എല്ലാവരും അത് തള്ളിക്കളഞ്ഞു. കാരണം സാത്താനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ദൈവമുണ്ട് എന്നും ജനങ്ങൾ വിശ്വസിക്കും. അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ പറയും സ്വർഗവും നരകവും ഒന്നും ഇല്ല, എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചോ, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ജീവിതം ഇല്ല എന്ന് പറയുമെന്ന് അടുത്ത കൂട്ടർ പറഞ്ഞു. അതും ആരും സ്വീകരിച്ചില്ല. അങ്ങനെ ചർച്ച വളരെ മുറുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും മുൻപിലെ MBA എല്ലാം കഴിഞ്ഞ് വളരെ മിടുക്കനായ ഒരാൾ ഇരിക്കുന്നു. അപ്പോൾ ലൂസിഫർ ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയുവാനുണ്ടോ? അവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു, ഞാനൊരു പുതിയ ടെക്നിക്കാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞാൻ ഭൂമിയിൽ നിന്ന് എല്ലാവരോടും പറയും, ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നവനായ ദൈവമുണ്ട്. ഇത് പറഞ്ഞതും എല്ലാവരും അവനെതിരെ കണ്ണുരുട്ടുവാൻ തുടങ്ങി. രണ്ടാമതായി അവൻ പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പറയും, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾ മോശമായി ജീവിച്ചാൽ നിങ്ങൾക്ക് നരകമാണ് കിട്ടുക. ഇത് പറഞ്ഞത് എല്ലാവരും അയാളെ തല്ലുവാനായി എഴുന്നേറ്റു. ലൂസിഫർ പറഞ്ഞു, നിൽക്കൂ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം. അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലോട്ട് പോയി പറയും, ദൈവമുണ്ട്, നിങ്ങൾ നന്നായി ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിനിരയാകും. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഇന്ന് വേണ്ട, നാളെ മുതൽ നമുക്ക് നന്നാകുവാനായി തുടങ്ങാം. എല്ലാവരും കൈയടിച്ച് അത് പാസ്സാക്കി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത് മാനസാന്തരം ഇല്ലാത്തതല്ല, മറിച്ച് മാനസാന്തരപ്പെടുവാനുള്ള ആഗ്രഹം ഇന്നത്തെ തലമുറയിലെ എന്നിലും നിങ്ങളിലും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ പരിചിന്തനം ചെയ്ത് നന്നാകുവാനായി നാം ഓരോ ദിവസങ്ങൾ തീരുമാനിക്കും. അടുത്ത ബർത്ത്ഡേ ആവട്ടെ, ഞാൻ നന്നായിക്കോളാം, അടുത്ത പെരുന്നാളാവട്ടെ, അടുത്ത വർഷം തുടങ്ങട്ടെ, അടുത്ത സെമസ്റ്റർ ആവട്ടെ, അടുത്ത മലയാള മാസം പിറക്കട്ടെ. അങ്ങനെ നാം കാലങ്ങൾ നീട്ടി വെക്കുകയാണ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എന്തെങ്കിലും നടന്നുപോയി വഴി തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, ആ തിരിച്ചറിവിൽ എനിക്ക് തിരിച്ചു നടക്കണമെന്ന ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ, ഇന്ന് ഇവിടെ ഈ അൾത്താരയെ സാക്ഷിയാക്കി തിരിച്ചു നടക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള യഥാർത്ഥമായ മാനസാന്തരം സംഭവിക്കുകയുള്ളൂ. ആ ഒരു മാനസാന്തരത്തിലേക്കാണ് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്.
ആ മാനസാന്തരത്തിലൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ദൈവികമായ വെളിപാടിലൂടെ സ്വർഗരാജ്യം സ്വന്തമാക്കി ജീവിക്കുവാൻ അഭിമാനവും അതിനുള്ള ആഗ്രഹവും അതിനുള്ള ഫലവും നമുക്ക് ലഭിക്കുക. ആ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഗുഹ ചെന്നുകൊണ്ട് സൂര്യനോട് ഒരു പരാതി പറഞ്ഞു. എൻ്റെ ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണ്, എനിക്കൊന്നും കാണുവാനില്ല. സൂര്യൻ പറഞ്ഞു, ഞാൻ വന്ന് ഒന്ന് ചെക്ക് ചെയ്യാം, എവിടെയാണ് നിന്റെ ഇരുട്ട് എന്ന് കരുതി. അപ്പോൾ ഗുഹയുടെ അടുത്തേക്ക് സൂര്യൻ വന്നപ്പോൾ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കടക്കുവാനായി സാധിക്കുന്നില്ല. ഗുഹ അതിന്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് സൂര്യനെ അകത്തേക്ക് കയറ്റി എല്ലായിടത്തും നോക്കിയ സൂര്യൻ ഒരിടത്തും ഇരുട്ടിനെ കാണുവാനായി സാധിച്ചില്ല. അപ്പോഴാണ് ഗുഹയ്ക്ക് തന്റെ കാര്യം മനസ്സിലായി പോയത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരിടത്തും അവസരം കൊടുക്കാതെ അടച്ചു നിൽക്കുമ്പോൾ അത് അന്ധകാരത്തിലേക്കുള്ള ഒരു പ്രയാണമായി മാറും. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകാശം അന്ധകാരത്തെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കുവാനായി സാധിക്കില്ല. പ്രകാശത്തിന്റെ അസാന്നിധ്യത്തിലാണ് അന്ധകാരം ഉണ്ടാകുന്നത്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമായി കിടക്കുന്ന ഏതെങ്കിലും കോണുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ യേശുവാകുന്ന ജനതകൾക്കായി ഉദയം ചെയ്ത വചനമാകുന്ന വെളിച്ചത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായി സാധിക്കുമ്പോൾ നാം വിശുദ്ധിയിലൂടെ മുന്നേറുകയാണ്. നാം സ്നേഹത്തിലൂടെ പ്രകാശത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് പ്രത്യേകമായി ഈ 4-ാം ഞായറാഴ്ചയിലൂടെ, ഏലിയ സിലിവ മൂസ കാലത്തിലെ ഈ 4-ാം ഞായറാഴ്ചയിലൂടെ നമുക്ക് മുന്നേറുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിചിതനം ചെയ്തു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിന് ചേർന്നുകൊണ്ടുള്ള ജീവിത രീതികൾ ഉണ്ടെങ്കിൽ പ്രകാശമാകുന്ന ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഇരുട്ടിനെ മാറ്റി പ്രകാശത്തിന് വെളിച്ചത്തിന്റെ മക്കളാകുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ തലമുറയിൽ വൈദികരായ നമ്മുടെ എല്ലാവരുടെയും മാർഗദർശികളായ നമ്മുടെയൊക്കെ കടമ നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരം മാറ്റുക എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തിലെ അന്ധകാരം മാറ്റുവാനായി അവരെ സഹായിക്കുവാനുള്ള വലിയ കടമ കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു നിമിഷം നമുക്ക് മൗനമായി കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾ നടക്കുന്ന വഴികളിൽ പിന്തിരിയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ പിന്തിരിയുവാനും വിശുദ്ധിയിലൂടെ വെളിച്ചത്തിലേക്ക് നടക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നല്ല ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.